നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് SI എക്സ്പ്രഷൻ 3 ആണ്. അതിൻ്റെ ഔട്ട്പുട്ട്, ഇൻപുട്ട് പാച്ചുകൾ, ഡൈനാമിക്സ് ഇതൊക്കെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോകളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ബട്ടൺ അമർത്തുക. നിങ്ങളെല്ലാവരും സഹകരിക്കുക. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് സൈഡ് നോക്കാം. ബാക്ക് സൈഡിൽ ഇതാ 1 മുതൽ 16 ഔട്ട്പുട്ടുകളാണുള്ളത്. ഔട്ട്പുട്ടാണ് ഞാൻ ആദ്യം പറയുന്നത്. ഇൻപുട്ട് അതുപോലെ തന്നെ 1 to 32 ഇൻപുട്ട് ഉണ്ട്. പിന്നെ നമുക്കിവിടെ കാർഡിനുള്ള മൾട്ടി ട്രാക്ക് ചെയ്യാനോ അല്ല മറ്റേ AES കാർഡ് ഉപയോഗിക്കാനോ വേണമെങ്കിൽ സ്ലോട്ടുണ്ട്. പിന്നെ അതേപോലെ ഹൈക്യൂനെറ്റിൻ്റെ പോർട്ടാണിത്. നമുക്കിത് വെച്ചിട്ട് ഐപാഡോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ വെച്ച് കണക്ട് ചെയ്യാം. പിന്നെ AES ഒരു ഇന്നും ഒരു ഔട്ടും ഉണ്ട്. ഇത്രയും സാധനങ്ങളാണ് ബാക്ക് സൈഡിൽ. പിന്നെ ഇതിൻ്റെ പവർ ഓൺ സ്വിച്ചാണ്. നമ്മൾ ഈ സ്വിച്ച് ഇപ്പോൾ ഓൾറെഡി ഓണിലാണുള്ളത്. അപ്പോൾ നമ്മൾ ഈ സർഫേസ് എങ്ങനെ ഓൺ ആക്കുന്നത് എന്നുള്ള ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് ഈ ബട്ടൺ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഓൾറെഡി സ്റ്റാൻഡ് ആവും ലൈറ്റിംഗ്. ഓക്കെ, നമ്മളുടെ സർഫേസ് ഓൺ ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇൻപുട്ട് പാച്ചസുകൾ പരിചയപ്പെടാം. ഇൻപുട്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ 1 മുതൽ 30 വരെയുള്ള ഇൻപുട്ടുകളാണ് നമുക്ക് ഫസ്റ്റ് സർഫേസിൽ കാണാൻ കഴിയുക. പിന്നെ ഒരു LR ഉണ്ടാവും, ഒരു മോണോ ചാനൽ ഉണ്ടാവും. ഇതിൻ്റെ 31, 32 പോകുന്നത് സെക്കൻഡ് ബാങ്കിലാണ് പോകുന്നത്. 31, 32 സെക്കൻഡ് ബാങ്കിലാണ്. സെക്കൻഡ് ബാങ്കിൽ അതേപോലെ തന്നെ 2 സ്റ്റീരിയോ ഇന്നുണ്ട്. പിന്നെ 4 FX റിട്ടേൺസ്. തേർഡ് പേജിൽ വന്ന് ബസ്സസ് ആണ് വരുന്നത്. അതായത് ഓക്സ് അല്ലെങ്കിൽ ബസ് 1 to 10 വരെ പ്രീ ഫെയ്ഡറുകളാണ്. ബാക്കി 14 വരെ ഉള്ളത് 11 മുതൽ 14 വരെ പോസ്റ്റ് ഫെയ്ഡറാണ്. ഈ ഗ്രീൻ കളർ ആൻഡ് യെല്ലോ കളർ പ്രീ ഫെയ്ഡർ, ഗ്രീൻ കളർ പോസ്റ്റ് ഫെയ്ഡറാണ്. 15, 16, 17, 18 എന്ന് പറയുന്നത് 4 FXകളാണ്. ഡിയിൽ വരുന്നത് 4 മാട്രിക്സ് ആണ്. മാട്രിക്സ് നമ്മൾ സ്റ്റീരിയോ വേണമെങ്കിൽ സ്റ്റീരിയോ ചെയ്യാം, മോണോ വേണമെങ്കിൽ മോണോ ചെയ്യാം. ഇത്രയാണ് ഈ ഫസ്റ്റ് ബാങ്കിൽ വരുന്നത്, ഓരോ ബാങ്കിലായിട്ട്. ഇനി നമുക്ക് കൺസോളിൻ്റെ ഡൈനാമിക്സ് ആൻഡ് EQ സെക്ഷനാണ് ഇൻപുട്ട്സിൽ. ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചാനൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെലക്റ്റഡ് ആണ്. ഇതിന് നമുക്കൊരു ഹൈ പാസ് കൊടുക്കണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഹൈ പാസിൻ്റെ ബട്ടൺ അമർത്ത്. ഓൾറെഡി ഇതിനകത്ത് ഹൈ പാസ് വന്നു കഴിഞ്ഞു. ചെക്ക് ചെയ്യുക. ഇതാ ഹൈ പാസ് വന്നു കഴിഞ്ഞു. ഹൈ പാസിൽ കൂട്ടണമെങ്കിൽ നമുക്കിത് ജസ്റ്റ് ക്ലോക്ക് വൈസിലൊന്ന് ഈ കൺട്രോള് തിരിച്ചാൽ മതി. പിന്നെ അതേപോലെ ഈ ചാനലിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് ഇവിടെയുണ്ട്. ഗെയിൻ ആൻഡ് ട്രിം. പിന്നെ ഒരു ഫേസ് റിവേഴ്സ് ഉണ്ട്. ഒരു 48 വോൾട്ട് പാൻഡം പവർ ഉണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഫസ്റ്റ് ഇൻപുട്ടിൻ്റെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത്. ഇത്രയും സാധനങ്ങളാണ്: 48 വോൾട്ട് പാൻഡം പവർ സ്വിച്ച്, ഫേസ് റിവേഴ്സ് സ്വിച്ച് ആൻഡ് ഗെയിൻ ആൻഡ് ഐപാസ്. നെക്സ്റ്റ് സെഷൻ എന്ന് പറഞ്ഞത് ഗേറ്റ് ആണ്. അപ്പോൾ ഗേറ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ആ ലെവലിലേക്ക് നിങ്ങൾക്ക് ഗേറ്റിനെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. സെക്കൻഡ് വന്ന് കംപ്രസർ അതേപോലെ തന്നെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ് കംപ്രസറും ഗേറ്റും ചെയ്യേണ്ടത്. ഒരു ഡ്രം ആണെങ്കിലും എന്ത് ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിലും. പിന്നെ വരുന്ന ലാസ്റ്റ് ടൈം വരുന്നത് നമ്മളുടെ ഈക്വലൈസേഷൻ അല്ലെങ്കിൽ ഈക്വലൈസർ. ഈക്വലൈസറിൽ നമുക്ക് വന്നിരിക്കുന്നത് 4 ബാൻഡ് EQ ആണ്. ഈ EQയിൽ നമുക്ക് ഫ്രീക്വൻസി ഉണ്ട്, EQ ഉണ്ട് ആൻഡ് അതിൻ്റെ ഗെയിൻ ഉണ്ട്. ഓരോന്നിൻ്റെ ഗെയിന്, ഫ്രീക്വൻസി, Q ഇത്രയും സാധനമാണ്. പിന്നെ ഔട്ട്പുട്ടിൽ വന്ന് നമ്മൾ ഓരോ സാധനം സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് LR വേണോ അല്ലെങ്കിൽ മോണോയിലേക്ക് മതിയോ എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. LRലേക്ക് പോകണമെങ്കിൽ LRൻ്റെ ബട്ടൺ ഓൺ ആയിരിക്കണം. എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. LR ബട്ടൺ ഓൺ ആണെങ്കിൽ മാത്രമേ LRലേക്ക് അത് പോകുള്ളൂ. അല്ലെങ്കിൽ മോണോയിലേക്ക് വേണമെങ്കിൽ മോണോയിലേക്ക് വിടും. പിന്നെ അതുപോലെ അതിനൊരു പാന്. പിന്നെ ഓരോ ഔട്ട്പുട്ടുകൾക്ക് നമുക്ക് വേണമെങ്കിൽ ഡിലേ ചെയ്യണമെങ്കിൽ ഡിലേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. പിന്നെ ഇവിടെ വന്ന് FX ആണ് വരുന്നത്. 4 FX വന്നിട്ടുണ്ട്. നമുക്ക് 4 FXനും സെപ്പറേറ്റ് ടാപ്പ് ചെയ്യാനുള്ള സ്വിച്ചുകളുണ്ട്. 4 കൺട്രോൾസ് ഉണ്ട്, പാരാമീറ്റർ ഉണ്ട്.
പിന്നെ ഏറ്റവും മേലായിട്ട് മെനു ബട്ടൺ ഉണ്ട്. അത് സീൻസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംവിധാനമാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ വരുന്നത് മിക്സ്. ഇപ്പോൾ ഒരു മിക്സിലേക്കോ അല്ലെങ്കിൽ മാട്രിക്സിലേക്കോ അല്ലെങ്കിൽ ഒരു എഫക്ട്സോ എങ്ങനെ നമുക്ക് സെൻഡ് ചെയ്യാം എന്നുള്ളതാണ് ഇതിനകത്ത് ഇതുള്ളത്. അതായത് നമ്മൾ സെലക്ട് ചെയ്ത ബട്ടൺ ഇൻപുട്ട് ചാനലിനെ സെലക്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ മിക്സ് 1 അമർത്തി കഴിഞ്ഞാൽ ഫെയ്ഡറുകളെല്ലാം യെല്ലോ കളറിലേക്ക് മാറും. മിക്സ് 11 ആണ് അമർത്തുന്നതെങ്കിൽ ഇതെല്ലാം പോസ്റ്റ് ഫെയ്ഡറാണ്, അത് ഗ്രീനിലേക്ക് മാറും. മാട്രിക്സ് ആണെങ്കിൽ മാട്രിക്സ് നമുക്ക് അസൈൻ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഓറഞ്ച് കളറിൽ നമുക്ക് ഇവിടെ കാണാം. ലെഫ്റ്റ് റൈറ്റ് ആണ് സെൻഡ് ചെയ്യുന്നത്. ലെഫ്റ്റ് റൈറ്റ് സെൻഡ് ചെയ്യാം, മോണോ സെൻഡ് ചെയ്യാം. മിക്സ് 1 സെൻഡ് ചെയ്തു, മിക്സ് 2 സെൻഡ് ചെയ്തു, മിക്സ് 3 നമുക്ക് എന്താണോ വേണ്ടത് ജസ്റ്റ് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, നമുക്ക് അങ്ങോട്ട് സെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ ഇപ്പോൾ എഫക്ട്സ് ആണെങ്കിൽ എഫക്ട്സ് വന്നു. എഫക്ട്സ് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഓൾറെഡി ഇതെല്ലാം ബ്ലൂ കളറാണ്. ഏത് ചാനലിലാണോ പോകേണ്ടത്, ഇപ്പോൾ നമുക്ക് 6ാമത്തെ ചാനലിൽ മാത്രം മതി എഫക്ട്സിന്. 6ഉം 2ഉം 1ഉം 1ാമത്തെ ചാനലിനും 6ാമത്തെ ചാനലിനാണ് എഫക്ട്സ് പോകണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇപ്പോൾ 2ാമത്തെ എഫക്ട്സാണ്, 2ാമത്തെ എഫക്ട്സ് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. 3ാമത്തെ എഫക്ട്സ് ഇത്. ഇപ്പോൾ ഓരോ എഫക്ട്സും നമുക്ക് എങ്ങനെ വേണമെങ്കിലും റൂട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ ഒരു പോർഷൻ കിടക്കുന്നുണ്ട്. ഇവിടുത്തെ പോർഷൻ എന്ന് പറഞ്ഞാൽ ഗെയിന് ട്രിമ്മ്. നമുക്ക് ഓരോ കൺട്രോളും എന്തിനു വേണ്ടിയിട്ടാണോ അസൈൻ ചെയ്യുന്നത്. ഇപ്പോൾ ഫിൽറ്ററിന് വേണമെങ്കിൽ പാനിനാണെങ്കിൽ പാന്, ഇപ്പോൾ ഹൈപാസ് ഫിൽറ്ററിന് വേണ്ടി ഇത് ഗെയിനിന് വേണ്ടിയിട്ടാണ് ഈ കൺട്രോൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഗെയിൻ ഇവിടെ നമുക്ക് ഗെയിൻ കൂടും. ഓക്കെ, അതേപോലെ ഹൈപാസിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്കിത് എന്ത് ചെയ്യാം, ഹൈപാസ് ആക്കാം. ഹൈപാസ് ഓൺ ആണെങ്കിൽ ഇത് ഹൈപാസായി മാറും. അതുപോലെ പാൻ ആണെങ്കിൽ ആ ചാനലിനെ നമുക്ക് പാൻ ആയിട്ട് യൂസ് ചെയ്യാം. സെയിം കൺട്രോളിൽ തന്നെ യൂസ് ചെയ്യാം. പിന്നെ വരുന്നത് ക്ലിയർ, സോളോ ക്ലിയർ. സോളോ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ക്ലിയർ ചെയ്യാം, സോളോ ടോട്ടൽ ക്ലിയർ ചെയ്യാം. പിന്നെ സ്റ്റോർ, ക്യൂ ബട്ടൺസ്, ക്യൂ ലിസ്റ്റ്, റീകോൾ, നെക്സ്റ്റ്. പിന്നെ LR ഓൺ, ഓഫ്, മോണോ ഓഫ്, അതിൻ്റെ സെലക്ട് ബട്ടണുകൾ. പിന്നെ സെറ്റപ്പ്, നമുക്ക് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഗ്രൂപ്പ് മ്യൂട്ടിന് വേണ്ടിയിട്ടുള്ള ബട്ടണുകൾ. പിന്നെ ഫേഡർ ബാങ്ക്, EQ. ഇപ്പോൾ എല്ലാവരും സംശയം ഉണ്ടാവും, ഒരു LRൻ്റെ EQ എങ്ങനെ അസൈൻ ചെയ്യാം എന്നുള്ളത്. LRനെ സെലക്ട് ചെയ്യുന്നു. LRനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് EQയിൽ ഒന്ന് നോക്കിയാൽ LRൻ്റെ EQയുടെ ലോ പൊസിഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇത് ഹൈ ആണ്. ഇത് നമ്മളുടെ ലോ പൊസിഷനാണ്. ഇത് നമ്മളുടെ ഹൈയുടെ പൊസിഷനാണ്. അപ്പോൾ ഇതെങ്ങനെ വേണമെങ്കിലും നമുക്ക് നിങ്ങളുടെ PA അനുസരിച്ചോ എന്താണോ നിങ്ങൾ ഉപയോഗിക്കുന്ന PA എന്നനുസരിച്ചിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ മാറ്റാം. ഓക്കെ, ഈ ടെക് ചാനലിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു 1 ഡേ വർക്ക്ഷോപ്പ് വയ്ക്കുന്നുണ്ട്. വിവിധ തരം ഡിജിറ്റൽ കൺസോളുകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു 1 ഡേ വർക്ക്ഷോപ്പാണ്. താല്പര്യമുള്ളവർ വീഡിയോ പോകുമ്പോൾ അതിനടിയിൽ നമ്പറുണ്ട്, ആ നമ്പറിൽ ബന്ധപ്പെടുക. അത് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് എത്ര പേരുണ്ടെന്ന് നോക്കിയിട്ട് ഒരു വർക്ക്ഷോപ്പ് വയ്ക്കുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള കൺസോൾ ഏതാണോ ആ കൺസോൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇപ്പോൾ വർക്ക്ഷോപ്പ് വയ്ക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് ആ നമ്പറുമായിട്ട് ബന്ധപ്പെടുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.